ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. 70-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ബേബി ചാൻ എന്ന് ഓമന പേരറിയപ്പെടുന്ന ജോൺ ഫിലിപ്പോസ് ചാന് എൻ്റെ എല്ലാ ജന്മദിന ആശംസകളും ഈ സമയത്ത് ഞാൻ നേരുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ എന്നെയും കൂടെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഉൾപ്പെടുത്തിയതിലുള്ള സന്തോഷം കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനാപൂർവ്വം എല്ലാ നന്മകളും നേരുന്നു. 1995 മുതൽ പരിചയപ്പെട്ട ആ സ്നേഹബന്ധം ഒരു സഹോദരനായ ഒരു പിതാവായി
ആ കുടുംബത്തിലൊരു അംഗമായി ഇന്നും ആ സ്നേഹബന്ധം നിലനിൽക്കുന്നു എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുന്നു. ദൈവത്തിൻ്റെ സുഖ ദുഃഖങ്ങളിലെല്ലാം സമ്മിശ്രമായി ഒരുപോലെ തന്നെ ആ സ്നേഹം പങ്കിടുവാനുള്ള അദ്ദേഹത്തിൻ്റെ അതിസാധാരണമായ കഴിവ് എടുത്തു പറയേണ്ടതായ കാര്യമാണ്. നിറഞ്ഞതായ പ്രസന്നമായ ചിരിയോടുകൂടെ മാത്രമേ അദ്ദേഹത്തെ എനിക്ക് എപ്പോഴും കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ആ നിറഞ്ഞ പുഞ്ചിരി എന്നും നിലനിൽക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഒരു കുടുംബത്തിൽ ഉള്ള സൗഹൃദ സന്ദർശനത്തോടുകൂടെ ഒരു ദിവസത്തെ സന്ദർശനത്തിലൂടെ ഒരു നൂറ്റാണ്ടിലെ സന്ദർശനമായി മാറുവാനും ആ കുടുംബാംഗങ്ങളെല്ലാം ആ സന്ദർശനം നിലനിൽക്കുവാൻ തക്കമുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടൽ ആ വലിയൊരു പ്രചോദനമാണ്. രണ്ടാമതായി അദ്ദേഹത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ അല്ലെങ്കിൽ സഹപാഠികളായ കൂട്ടുകാരൊക്കെ ഇടപെടുന്ന വ്യക്തികളുമായും ആ ഒരു വലിയ ബന്ധത്തെ കോർത്തിണക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. ദയവായി പരിചയപ്പെട്ട നാൾ മുതൽ പരിചയപ്പെട്ട 2 വ്യക്തിബന്ധങ്ങളാണ് കെ ശിവദാസൻ നായർ MLA അതുപോലെ തന്നെ ഫിലിപ്പോസ് തോമസ് അവറുകളും. ഈ 2 പേരുടെയും കുടുംബാംഗങ്ങളുമായി എന്നെ ബന്ധിപ്പിച്ചത് ബഹുമാന്യനായ ജോൺ ഫിലിപ്പോസ് അവറുകളാണ്. ഞാൻ ഓർമ്മിപ്പിച്ചത് യാതൊരു മറയുമില്ലാതെ അദ്ദേഹത്തിനുള്ള സ്നേഹബന്ധങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് നിറഞ്ഞ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഉയർച്ചയിൽ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വളർച്ചയിലുള്ള പ്രോത്സാഹനം അദ്ദേഹം എപ്പോഴും കൊടുക്കാറുണ്ട്. ഒരു ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി എത്ര സമയം ചിലവഴിക്കുവാനും ഏതറ്റം വരെ അവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും അദ്ദേഹം പ്രവർത്തിച്ചത് നേരിൽ കാണുവാൻ തൊക്കെ സാധിച്ചിട്ടുണ്ട്. എല്ലാ നന്മകൾ പ്രത്യേകമായി നേരുന്നു. ദേശത്ത് വാർത്ത വിശ്വസ്തയെ ആചരിച്ച് ആ ദേശത്തിന് അനുഗ്രഹമായ പൂർവ്വ പിതാക്കന്മാരെ പോലെ ഈ കുടുംബവും ആ നാടിനും നാട്ടുകാർക്കും ഒക്കെ പ്രത്യേകം അനുഗ്രഹങ്ങൾ വിതറുന്ന കുടുംബമായി മാറുവാൻ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ എൻ്റെ വ്യക്തിപരമായും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എൻ്റെ കുടുംബത്തിലെ പ്രത്യേക അതിഥി മെർലിയുടെയും പ്രത്യേകമായ ജന്മദിനാശംസ ഈ സമയത്ത് നേരുന്നു. സപ്തതി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ബേബിച്ചായന് ഷിബോച്ചിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും. കഴിഞ്ഞ 70 വർഷക്കാലം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളാൽ ജീവിപ്പാൻ തക്കവണ്ണം സാധിച്ചു. മക്കളും കൊച്ചുമക്കളുമാകുന്ന വലിയ കുടുംബത്തിൻ്റെ അമരക്കാരനായി ശോഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ തുടർന്നും ജീവിപ്പാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. ബൈ ബൈ. ഹായ് ബേബി, ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് പുറകോട്ടൊന്ന് കുറച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. 1967 ഏപ്രിൽ 24 ഞാൻ കൊട്ടക്കാട്ടേത്ത് ചെല്ലുമ്പോൾ അയൽക്കാരും നാട്ടുകാരും ഒക്കെ കൊച്ചു ബേബി എന്ന് വിളിക്കുന്ന ഇന്നത്തെ നമ്മുടെ കഥാപുരുഷൻ, കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പടവുകൾ ചവിട്ടി നിൽക്കുന്ന മീശ മുളയ്ക്കാറായ ഒരു പയ്യനായിരുന്നു. പിന്നെ കോളേജ് കാലം ഒരു സംഭവമായിരുന്നു. രാഷ്ട്രീയവും ഇലക്ഷനും കേസും കൂട്ടുകൂടി ആർമാദിച്ച് നടന്ന ഒരു യുവാവ്. പിന്നെ കാമുകനായി. അത് കഴിഞ്ഞ് നാരങ്ങാത്തുകാരി ശാലിയുടെ ഭർത്താവായി. ധന്യ, തേജസ് എന്നിവരുടെ അപ്പനായി. ഉളനാട്ടുകാരൻ സാമിനെയും കുമ്പഴക്കാരി ചിപ്പിക്കും അമ്മായിപ്പൻ ആയി. അത് കഴിഞ്ഞ് ഹന്ന, റേച്ചൽ, മറിയ, മാർത്ത എന്നീ കുഞ്ഞുങ്ങളുടെ വല്യപ്പച്ചനായി. ഇങ്ങനെ കഴിയവേ ഒരു ചിന്തയുണ്ടായി. പണ്ടേയുള്ള നാവിൻ്റെ ബലത്തിൽ ഒരു കൈ നോക്കാൻ, അംഗവും കാണാം, താളിയും പൊടിക്കാം, സമയവും പോകും, കാശും കിട്ടും. അങ്ങനെ യുവർ ഓണർ ഇറങ്ങിത്തിരിച്ചു. ഇപ്പോൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ച ഒരു ജീവിതം ഇനിയും മുമ്പോട്ട് ഒരുപാട് കാലം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ തമ്പുരാൻ നടത്തട്ടെ. എല്ലാ ജന്മദിന ആശംസകളും നേരുന്നു. ആയുഷ്മാൻ ഭവ. ബൈ. Happy birthday to you. Happy birthday to you. Happy birthday, dear baby. Happy birthday to you. May God bless you. May God bless you. Happy birthday, dear baby. Happy birthday to you. Happy birthday. Happy birthday. May God bless you.
happy birthday, baby. 70th birthday. God bless you. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. ദൈവത്തിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ബേബി. ഗോഡ് ബ്ലെസ് യു. ഹലോ, എല്ലാവരും ഉണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ സ്റ്റാർ എന്തിയേ? ബേബിയെ, വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. ജന്മദിന ആശംസകൾ. ലോക്ക്ഡൗണിലുള്ള ബർത്ത്ഡേ ആണെങ്കിലും കൂടുതൽ മധുരമായിരിക്കട്ടെ. എന്നാലും നമുക്ക് ഇങ്ങനൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. 1 വർഷം വരെ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. അപ്പം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഈ ലോക്ക്ഡൗണൊക്കെ ഇപ്പോൾ അങ്ങ് മാറും. അപ്പോഴേ നമ്മുടെ വീട്ടിലെ 6ാമത്തെ 70 വയസ്സുകാരനാണ്. ഇനി നമുക്ക് കൊച്ചു ബേബി. അപ്പം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. ഗുഡ് ബൈ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രിയാളിയന് ഞങ്ങളുടെ സ്നേഹനിർഭരമായ ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം തുടർന്നുള്ള ജീവിത പന്ഥാവിലെ ജീവിതത്തിൻ്റെ യാത്രയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബ്രദർ ബേബിച്ചാൻ. 70 വയസ്സ് പൂർത്തിയാക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചാച്ചന് ജന്മദിന ആശംസകൾ. ദൈവം ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുമതലകളെല്ലാം ഭംഗിയായി നിറവേറ്റാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് വഴികാട്ടിയായി ഞങ്ങളെ നടത്തുവാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആലേച്ചിക്കും എല്ലാ ആശംസകളും നേരുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Recha. May God bless you. Happy birthday, Chacha. Happy birthday, Chacha. Happy birthday, Chacha. Happy birthday, Chacha. ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടത്തുന്ന മനുഷ്യൻ ഭാഗ്യത. നിന്റെ കൈയുടെ കാണുവാനും നീ തന്നെ നീ ഭാഗ്യത. നിന്റെ ഭാര്യ വിശ്വാസ ഫലപ്രദമായ മുന്തിരി വഴി പോലെ മക്കളും മേശയ്ക്ക് കിട്ടി വലിയ ദൈവങ്ങൾ പോലെ പത്തായ മനുഷ്യനെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ചാച്ചന് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാച്ചന് ദീർഘായുസ്സും ആയുസ്സും ഉണ്ടാകട്ടെ. ഇനി അനേക വർഷം കൂടി ജീവിച്ചിരിക്കട്ടെ. എല്ലാ മംഗള ആശംസകളും ഞങ്ങൾ നേരുന്നു. ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. വീണ്ടും പറയുന്നു, വിഷ് ഹാപ്പി ബർത്ത്ഡേ. മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും ചുരിയൂർക്കോട് പ്രവർത്തിക്കാനും നിൽക്കുന്ന സ്ഥലത്ത് പ്രകാശം പരത്താൻ കഴിവുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേബിച്ചായന് ആഘോഷങ്ങളായാലും ഒറ്റയ്ക്കായാലും സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും ദൂരത്തായാലും ചാരത്തായാലും എവിടെയും പോസിറ്റീവ് എനർജിയുമായി ഓടിയെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേബിച്ചായന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ 100,000 ജന്മദിനാശംസകൾ. लोगों को आते हैं
खुदाया खफा खुदा है दुआ ऐसा हो नहीं, खाना पीना साथ है मरना जीना साथ है, खाना पीना साथ है मरना जीना साथ है, सारी जिंदगी ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे, ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। मेरी जीत तेरी हार मेरी हार, सुन मेरे यार, तेरा गम मेरा गम मेरी जान तेरी जान, ऐसा अपना प्यार जान पे भी खेलेंगे, तेरे लिए ले लेंगे, जान पे भी खेलेंगे, तेरे लिए ले लेंगे, सबसे दुश्मन ये दोस्ती हम नहीं तोड़ेंगे। ഹലോ, നമസ്കാരം എല്ലാവർക്കും. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കൊച്ചു ബേബിയായും നാട്ടുകാരുടെ കൊട്ടക്കാട്ടത്തെ ജോൺ സാറിൻ്റെ പ്രിയ മകനായും സതീർത്ഥ്യരുടെ ഇടയിൽ ജോൺ ഫിലിപ്പോസായും ഔദ്യോഗിക ജീവിതത്തിൽ ഫിലിപ്പോസ് സാറായും ബാങ്ക് ജീവനക്കാരുടെ പോരാട്ട സമരങ്ങളുടെ മുന്നണി പോരാളിയായ സഖാവ് ജോൺ ഫിലിപ്പോസായും അകാലത്തിൽ വിരുന്നു വന്ന കഷണ്ടിയിൽ തൊട്ടു തലോടി രസിക്കാൻ ഞങ്ങളുടെ ഇളംമുറക്കാർക്ക് സ്വാതന്ത്ര്യം നൽകിയതിലൂടെ അവരുടെയെല്ലാം ഇഷ്ടത്തോഴനായ കഷണ്ടി മാമനായും, എന്തിനേറെ പറയുന്നു, ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ തരംഗമായി മാറിയ ജോണങ്കിളിൻ്റെ കൃഷിയിലൂടെ അങ്കിൾ ജോണായും എല്ലാവരുടെയും സ്വന്തം ജോൺ ഫിലിപ്പോസ് എന്ന കൊച്ചു ബേബി. ഈ മനുഷ്യന് ഇത് എൻ്റേതല്ല, കടമെടുത്തതാണ്. 60കളുടെ അവസാന പാദത്തിൽ സെൻറ് തോമസ് കോളേജിലെ ക്യാമ്പസ് പ്രണയങ്ങളിൽ മുൻനിരക്കാരായിരുന്ന 2 പേർ അവരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൂടളഞ്ഞ ഇണക്കിളി ബേബിയുടെ സ്വന്തം സാലിയുടെ വാക്കുകൾ കടമെടുത്താൽ ഈ മനുഷ്യന് 70 വയസ്സായിരുന്നു. ഓർമ്മകൾ ഏതാണ്ട് അരനൂറ്റാണ്ടുകാലം പിന്നാക്കം പോവും. കൃത്യമായി പറഞ്ഞാൽ 1968 കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ ഒരു ബിരുദ വിദ്യാർത്ഥിയായി ചേർന്നപ്പോൾ തുടങ്ങിയ പരിചയം വീണ്ടും നീണ്ട സൗഹൃദത്തിലേക്കും ആത്മബന്ധത്തിലേക്കും വളർന്ന് പന്തലിച്ച ഒരു വലിയ കഥ. കലാലയ രാഷ്ട്രീയവും കോളേജ് യൂണിയൻ പ്രവർത്തനവുമൊക്കെയായി നാടുനീളെ കറങ്ങി നടന്ന് രാവേറെ ചെല്ലുമ്പോൾ കോട്ടേക്കാട്ടത്ത് ഭവനത്തിൽ കൂടണയുന്ന ഒരു സംഘം. അവിടെ ഒരു മാതാവ് ഇളയ മകനെയും കാത്തിരിപ്പുണ്ട്. കൊച്ചു ബേബി കുറ്റാക്കൂരിരുട്ടത്ത് തിരികെ വരുന്നത് ഒറ്റയ്ക്കാവില്ല എന്ന് മാതാവിന് നന്നായി അറിയാം. കൂടെ അകമ്പടി സേവിക്കാൻ കുറഞ്ഞത് 4 പേരെങ്കിലും.
പീലി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പീലിപ്പോസ് തോമസ്, പ്രായഭേദമന്യേ നാട്ടുകാരേവരും ഉണ്ണിച്ചായൻ എന്ന് മറുപേരിട്ട് വിളിക്കുന്ന മാത്യൂസ് പി എബ്രഹാം, ബ്രൂസ് തടത്തിൽ എന്ന കോളേജ് മാഗസിൻ എഡിറ്റർ, കൂട്ടത്തിൽ ഈ ഉള്ളവനും. ഉറക്കച്ചടവുണ്ടെങ്കിലും പ്രസന്ന മുഖത്തോടെ കതകു തുറന്ന് ഞങ്ങളെ സ്വീകരിക്കുന്ന ആ മാതാവ്, നിമിഷ നേരത്തിനുള്ളിൽ മേശ നിറയെ വിഭവസമൃദ്ധമായ അത്താഴം, മെമ്പൊടിക്ക് അപ്പോൾ പൊരിച്ച കോഴിമുട്ടയും. പിറ്റേന്ന് പ്രഭാതത്തിൽ ആവി പറക്കുന്ന കാപ്പിയുടെ അകമ്പടിയോടെ പപ്പയുടെ മാത്രം പരിലാളനമേറ്റാൽ മിഴി തുറക്കുന്ന ഗ്രണ്ടിക് റേഡിയോയിലൂടെ ഒഴുകിയെത്തുന്ന ആകാശവാണിയുടെ പ്രഭാത വാർത്താ ബുള്ളറ്റിൻ കേട്ടിരിക്കുമ്പോൾ ആ ഭിത്തിയിൽ ചില്ലിട്ട ഫ്രെയിമിൽ നിന്ന് നമ്മളെ നോക്കി സാഹൂതം ചിരിക്കുന്ന ഒരു യുവതി, ആ കുടുംബത്തിലെ ആരാണിത് എന്ന് ചോദിക്കാനുള്ള സങ്കോചം കൊണ്ട് അതാരെന്നറിയാതെ വീർപ്പ് മുട്ടിക്കഴിഞ്ഞ കാലമേറെ ചെന്നപ്പോൾ ആരോ പറഞ്ഞറിഞ്ഞു, തൊട്ടടുത്തുള്ള വായനശാലയുടെ വാർഷികത്തിന് അവതരിപ്പിച്ച നാടകത്തിൽ അരങ്ങ് തകർത്ത് കൊച്ചുബേബി അഭിനയിച്ച സ്ത്രീവേഷധാരിയായിരുന്നു അതെന്ന്. അതോ എന്നെ പറ്റിക്കാൻ പറഞ്ഞതോ? ഏതായാലും ഓർമ്മയിൽ ഒളിമങ്ങാതെ ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന കൊച്ചുബേബി എന്ന കലാകാരൻ്റെ അഭിനയ മികവിൻ്റെ ഓർമ്മപ്പെടുത്തലായി അതിന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. കലാലയത്തിൻ്റെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയ ഗൂർഖയുടെ സലാം സാബ് എന്ന അഭിവാദ്യം, അതിന് കൊച്ചുബേബിയുടെ പ്രത്യഭിവാദ്യം, വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള സലാം സാബ് വിളികളും അതിൻ്റെ പ്രത്യഭിവാദനങ്ങളും ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു. അങ്ങനെ എത്രയെത്ര നല്ല ഓർമ്മകൾ കാലപ്രവാഹത്തിൽ ഒലിച്ചു പോകാതെ ഒരു മഹാസാഗരത്തിൻ്റെ ഇരമ്പൽ കണക്കെ ഒരു 100 ഓർമ്മകൾ ആർത്തിരമ്പുന്ന ഈ സന്ദർഭത്തിൽ 70ൻ്റെ പടിവാതിൽ പാതമെല്ലെ കയറുന്ന കൊച്ചുബേബിയുടെ ഈ അവിസ്മരണീയ മുഹൂർത്തത്തിന് നേർസാക്ഷ്യം വഹിക്കാൻ കഴിയാതെ വരുന്നതിലുള്ള അനൽപമായ ഖേദം മറച്ചുവെക്കാതെ തന്നെ എല്ലാ ശുഭമംഗള ആശംസകളും നേരട്ടെ. നന്മയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സുരഭില പുഷ്പങ്ങൾ പേറുന്ന ഒരു പൂമരമായി പൂത്തലയുവാൻ, അതിൻ്റെ ശീതളഛായയിൽ ഇനിയും തലമുറകൾക്ക് മയങ്ങി ഉറങ്ങുവാൻ സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ ദൃഢഗാത്രനായി ദീർഘായുഷ്മാനായി ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് മനസ്സിൽ കൗമാരത്തിൻ്റെ പ്രസരിപ്പ് ഇപ്പോഴും സൂക്ഷിപ്പിക്കുന്ന കുട്ടിത്തം വിട്ടുമാറാത്ത കുസൃതികളുമായി കുടുംബ സദസ്സുകളിൽ പൊട്ടിച്ചിരിയുടെ അട്ടഹാസങ്ങൾ മുഴക്കുന്ന കൊച്ചുബേബിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, നന്മകൾ നേരുന്നു. Happy 70th birthday, baby Appacha. ഹാപ്പി ബർത്ത്ഡേ ബേബി അങ്കിൾ. 15ാമത്തെ വയസ്സിൽ പരിചയപ്പെട്ട് സ്നേഹബന്ധത്തിലായ ജോൺ ഫിലിപ്പോസിന് 70 വയസ്സായി എന്നത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല.
എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. നന്ദി. നമ്മുടെ ബേബിയുടെ 70-ാം പിറന്നാൾ അറിഞ്ഞോ? അത് ഈ COVID-19 ആയതുകൊണ്ട് വലിയ ആഘോഷമൊന്നും ഇല്ലെന്നാണ് കേട്ടത്. എന്നാലും എന്തെങ്കിലും ആഘോഷം ഇല്ലാതിരിക്കുമോ? നമുക്കൊരു ആശംസയും കാര്യങ്ങളൊക്കെ ഒന്ന് അയക്കണ്ടേ? ഈ ബേബിയെ ഞാൻ കാണാൻ തുടങ്ങിയത് 1968 കോഴഞ്ചേരി കോളേജിൽ വെച്ചാണ്. അന്നും ഇങ്ങനെ തന്നെ ആയിരുന്നോ? അന്ന് ഇങ്ങനെ ആയിരുന്നു. എല്ലാവരുടെയും അടുത്ത് ഇഴുകി തഴുകി പുഴുകി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെൺപിള്ളേർക്കെല്ലാം അങ്ങേരെ വലിയ ഇഷ്ടമായിരുന്നു. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ അണ്ണാ മൂത്താലും മരങ്കേറ്റം മറക്കുകയെന്ന് പറയുന്നത് ബേബിയെ ഉദ്ദേശിച്ചായിരിക്കും അല്ലേ? അത് സത്യമാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഞങ്ങളുടെ യോഗ ക്ലാസ്സിലെ ഒരു വൻ പുള്ളിയാണ് ആള്. സൂര്യ നമസ്കാരമൊക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യും. വളരെ സമൃദ്ധനാണ്. പക്ഷേ എഴുതി കഴിയും, അത് ചെയ്ത് കഴിയുന്ന പറഞ്ഞാൽ ഇതായിരുന്നു സൂര്യ നമസ്കാരം എന്ന് പറയുകയോടെ വേണമായിരിക്കും. അത് പറയും, അത് പറയാറുമുണ്ട്. സാറിൻ്റെ വഴക്ക് കൂടെ കേൾക്കാറുമുണ്ട്. കാരണം വർത്തമാനം നിർത്തത്തേ ഇല്ല. അത് ശരിയാ, നല്ല കാര്യമാണ്. കാരണം എന്നാലും നമുക്കൊരു കാര്യത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ഒത്തിരി നന്മയുള്ള, അത് എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറാനും എല്ലാവരെയും ഒരല്പം ഈ ഒന്ന് ചിരിപ്പിക്കാനും സഹായിക്കാനും ഒക്കെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. അത് ആ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ എത്ര സുഖമായിട്ട് ജീവിക്കുന്നത്. അത് ബേബിയുടെ നന്മയൊന്നും അല്ല, സാലിയുടെ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഈ ഒരുപാട് കോഴഞ്ചേരി കോളേജ് പഠിക്കുമ്പോൾ ഒരുപാട് കോഴഞ്ചേരി പഠിക്കുന്ന കാലത്തെ ഒരുപാട് ആൺപിള്ളേരുടെ ഉറക്കം കെടുത്തിയ സാലിയെ അടിച്ചു മാറ്റിയെന്നുള്ളതാണ് ബേബിയുടെ ഏറ്റവും വലിയ നേട്ടം. അന്ന് മുതൽ ഇന്ന് വരെ അത് സർവ്വം സഹയെന്ന് ഞാൻ പറയാറുണ്ട്, മാലാഖയെന്ന് ഞാൻ പറയാറുണ്ട്. അതിനകത്ത് ഇപ്പോഴും ഉറക്കം കൊടുത്തുന്നുണ്ടോ? അന്നത്തെ ബേബിക്ക് ഒരു മാറ്റമില്ല. അല്പം കഷണ്ടി കൂടി, അല്പം നരച്ചു എന്നുള്ളതല്ലാതെ രൂപത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. സാലിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് സാലിയുടെ കയ്യിൽ ബേബി സുരക്ഷിതനാണ്. അവിടെ അതിനകത്തെ പ്രശ്നം. ബേബിയുടെ കയ്യിൽ സാലി അത്ര സുരക്ഷിതമാണോ എന്നുള്ളത് നമുക്കിനിയിപ്പോൾ ധന്യയോടോ തേജിനോടോ ഒക്കെ ഒന്ന് ചോദിച്ചെങ്കിലേ അത് അറിയാനോ. അവിടെ എന്തായാലും ബേബി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കൊച്ചുവിൻ്റെയും കല്ലുവിൻ്റെയും എല്ലാവരുടെയും നന്മ നിറഞ്ഞ ഒരു ആശംസ നേരുന്നു. നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു നല്ല ദാമ്പത്യ ബന്ധം, നല്ല ഒരു കുടുംബം നിങ്ങൾക്ക്, നിങ്ങളുടെ മാതൃകാ കുടുംബം അത് തുടർന്നും പോകട്ടെ. കോഴഞ്ചേരി മഹാദേശത്തിന്റെ കണ്ണിലുണ്ണിയും ധന്യയുടെയും തേജസിന്റെയും മാന്യ പിതാവും സാലി ടീച്ചറിന്റെ പ്രിയ ഭർത്താവുമായ ശ്രീ ജോൺ ഫിലിപ്പോസ് അവറുകൾക്ക് ഈ സപ്തതിയുടെ നിറവിൽ എൻ്റെ ആത്മാർത്ഥമായ, ഞാൻ ഇങ്ങനൊക്കെ പറയുമെന്നാണോ വിചാരിച്ചേ, കഷണ്ടി മാമ, ആ നല്ല കഷണ്ടിയുമായി ഇനി ഒരു 70 വർഷം കൂടി ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവണം. നോ ഗൾഫ് ഗേറ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ സുഹൃത്ത് ജോൺ ഫിലിപ്പോസിൻ്റെ സപ്തതി ആഘോഷത്തിൽ ആശംസ നേരുന്നതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ബേബിയുമായിട്ടുള്ള എൻ്റെ സൗഹൃദം ആരംഭിക്കുന്നത് അരനൂറ്റാണ്ട് മുമ്പാണ്. കോഴഞ്ചേരി കോളേജിലെ വിദ്യാർത്ഥിയായി ചേരുമ്പോൾ ഫിലിപ്പോസ് തോമസ്, ഉണ്ണിച്ചായന്, സാംജി മാത്യു തുടങ്ങിയ ഒരു ചെറിയ സൗഹൃദ കൂട്ടമുണ്ടായിരുന്നു. ആ കൂട്ടായ്മ മക്കളിൽ കൂടെയും കൊച്ചുമക്കളിൽ കൂടെയും തലമുറകളായിട്ട് കൈമാറി എന്നത് തന്നെ ഒരു സന്തോഷകരമായ കാര്യമാണ്. കൂട്ടുകാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ബേബിയോട് എല്ലാവർക്കും ഒരു പ്രത്യേക മമതയുണ്ട്. കാരണം ദുഃഖിക്കുന്നവരുടെ കൂടി കരയാനും
സന്തോഷത്തിൽ പങ്കുചേരാനും ബേബിക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ബേബിയിൽ മാത്രം ഞങ്ങളുടെ സൗഹൃദം ഒതുങ്ങി നിന്നില്ല. കോട്ടക്കാട്ടത്തെ എല്ലാ കുടുംബാംഗങ്ങളുമായിട്ടും ഞങ്ങളുടെ സൗഹൃദം വളർന്നു. കോട്ടക്കാട്ടത്തെ വീട്ടിൽ ഈ അവസരത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ബേബിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമല്ലോ. ബേബിയെക്കുറിച്ച് എനിക്ക് 10 വർഷം സർവീസ് കുറവാന്നേലും ഞാൻ മനസ്സിലാക്കിയ കാര്യം, ബേബി പിന്നെ മാതാപിതാക്കൾക്കൊരു വത്സല പുത്രനും ഭാര്യയ്ക്ക് ഉത്തമനായ ഭർത്താവും മക്കൾക്ക് നല്ലൊരു പിതാവും കൊച്ചുമക്കൾക്ക് ഏറ്റവും അവരെ ഇഷ്ടപ്പെടുന്ന ഒരു മുത്തച്ഛനും ആയിട്ട്, അതുപോലെ അയൽവാസികൾക്ക് ഒരു നല്ല അയൽവാസിയായിട്ടും ഒക്കെ ബേബിയെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഈ കൊറോണ കാലം അല്ലായിരുന്നെങ്കിൽ ബേബി ഇപ്പോഴിവിടെങ്ങും കാണത്തില്ലായിരുന്നു. സപ്തതി ആഘോഷിക്കാൻ നേരം എവിടെയെങ്കിലും വന്നേനേയും വല്ല അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഇനി ആഫ്രിക്കയിൽ കൂടെ പോകാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയേനെ. അത് ചിലപ്പോൾ കൊറോണ കാലമായിട്ട് നഷ്ടപ്പെട്ട് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാൻ പിന്നെ വല്ലതൊക്കെ പറയാൻ കാണും, പക്ഷേ അതെല്ലാം കൊണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ. ഓ ശരി. അപ്പോൾ ആശംസ നേരുന്നു അല്ലേ? അപ്പം എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ ദീർഘായുസ്സും ദൈവം തരട്ടെ. അങ്ങനെ ഒത്തിരി ദീർഘായുസ്സൊന്നും വേണ്ട. ഉള്ള ആയുസ് ഉള്ള കാലത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇതുവരെ നടന്ന പോലെ നടക്കാനുള്ള അവസരം ദൈവം തരട്ടെ. ശരി. ഹാപ്പി ബർത്ത്ഡേ ബേബിയങ്ങളെ. ബേബിയങ്ങളുടെ കാര്യമൊക്കെ മനസ്സിലോട്ട് വരുമ്പോൾ ആദ്യം ബേബിയങ്ങളുടെ ചിരിയാണ് മനസ്സിൽ വരുന്നത്. പിന്നെ കുറേ വിറ്റുകളും കാര്യങ്ങളും ചെറുപുറ എന്നുള്ള വർത്താനവും. അപ്പം 70 വയസ്സിൻ്റെ എല്ലാ ആശംസകളും ഞങ്ങൾ നേർന്നുകൊള്ളുന്നു. നമുക്കൊരു സെഞ്ചുറി അടിക്കാൻ പറ്റട്ടെ. അതിൻ്റെ മുമ്പോട്ട് പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഈ വിറ്റിങ്ങനെ കേട്ടോണ്ടിരിക്കാമല്ലോ. അപ്പോൾ ശരി ബേബിയങ്ങളെ, ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ഹലോ ബേബിയങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. 2 ദിവസം മുമ്പ് ധന്യ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ബേബിയങ്ങളുടെ ബർത്ത്ഡേ ആണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനകത്ത് ആർക്കും ഒന്നിച്ച് കൂടാൻ പറ്റത്തില്ല, പക്ഷേ അത് മെമ്മറബിൾ ആക്കണമെങ്കിൽ ഒരു 1 മിനിറ്റ് വീഡിയോ അയച്ചു കൊടുക്കണം, വളരെ സർപ്രൈസായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ അച്ഛയുടെ മമ്മയുടെ അടുത്ത് പോലും ഇത് പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് അനീഷും ഇത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ല. അപ്പം ഞങ്ങൾക്ക് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പം നമുക്ക് ഏറ്റവും മെമ്മറബിളായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു അച്ചായുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയുമായിട്ടുള്ള ഒരു ടുഗദർനെസ്സും ആ ഗെറ്റ് ടുഗദറും ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് വേറെ എനിക്കിപ്പം അങ്ങനത്തെ ഒരു ഒരു വാമത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ലക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനകത്തും എനിക്ക് പ്രത്യേകിച്ച് ഓർക്കാൻ പറ്റുന്നത് ബേബിയങ്ങൾ നാച്ചുറലി ഭയങ്കര വൈബ്രൻ്റാണ്. അതുപോലെ തന്നെ വളരെ സ്പോട്ട് ഓണാണ്. അതായത് ഏത് കാര്യം പറഞ്ഞാലും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുകയും അതുപോലെ തന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അപ്പം ഞങ്ങൾ ശരിക്കും അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേബിയങ്ങളുടെ ആ സ്പിരിറ്റ് ഇനിയും തുടർന്നുകൊണ്ട് പോകട്ടെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വളരെ നാൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ സാലിയാൻറ്റിക്കും ഒരു താങ്ക്സ്, ഇത്ര നാൾ ബേബിയങ്ങൾ ടേക്ക് കെയർ ചെയ്തതിന്. അപ്പോൾ ഈ 70ാമത്തെ ബർത്ത്ഡേ ഉള്ള ലിമിറ്റേഷനകത്ത് നല്ലപോലെ ആഘോഷിക്കുക. നാട്ടിൽ വരുമ്പോൾ കാണാം. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ജോൺ ഫിലിപ്പോസിന് 70 വയസ്സായ എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 1970കളിൽ ഫിലിപ്പോസ് തോമസിൻ്റെയും ഉണ്ണിച്ചായൻ്റെയും സാംജിയുടെയും ബ്രൂസിൻ്റെയൊക്കെ കൂടെ ഒരു ബേബിയായി നടന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. ബേബിക്ക് 70 വയസ്സായ ബേബിക്ക് എൻ്റെ പ്രത്യേക ജന്മദിന ആശംസകൾ. ബേബിയോടൊപ്പം ഇത്രയും വർഷം വലിയ പരിക്കേൽക്കാതെ കഴിഞ്ഞുകൂടിയ സാലിക്ക് ഞങ്ങളുടെ എല്ലാം അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി ബേബിക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കട്ടെ.
എൻ്റെ ഒരു ചെറിയ ജന്മദിന സമ്മാനമായ ഒരു ടിക്ടോക്ക് വീഡിയോ ഇതിനോടൊപ്പം അയക്കുന്നു. എല്ലാ ആശംസകളും. അച്ഛാ, പരീക്ഷക്ക് എന്റെ ക്ലാസ്സിൽ തോമസ് തോറ്റ്. അവന്റെ കാര്യം പറയണ്ട, അവന്റെ അപ്പൻ മരമണ്ടനായിരുന്നു, അവൻ തോക്കും. ഞാനും തോറ്റ്. സപ്തതി നിറവിലെത്തിയല്ലോ. സപ്തതി നിറവിലെത്തി ഉപയോഗിച്ചാൽ എല്ലാ ആശംസകളും നേരുന്നു. പോയ വർഷങ്ങൾ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് സർവീശ്വരന് സ്തുതി കരയറ്റുന്നു. ഒരു സുഹൃത്തെന്ന നിലയിൽ, ഒരു ഉപദേഷ്ടാവെന്ന നിലയിൽ, ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ഒക്കെയും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് ബേബിച്ചായൻ. സപ്തതി നിറവിൻ്റെ സദ്യ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതിൽ ഖേദം രേഖപ്പെടുത്തുന്നു. വരും വർഷങ്ങളിലും ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ ബേബിച്ചാന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാങ്ക് എംപ്ലോയി എന്ന നിലയിൽ, ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ നേതാവെന്ന നിലയിൽ, തുടർന്ന് അഭിഭാഷകൻ എന്ന നിലയിൽ എല്ലാം തൻ്റേതായ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് ബേബിച്ചായൻ. അടുത്തു കൂടിയാൽ ഒരു മേളമാണ്. കവികളൊക്കെ പറയുന്നത് പോലെ സപ്തവർണ്ണങ്ങളുടെ മനോഹരിതയും സപ്തസ്വരങ്ങളുടെ താളവും മേളവും എന്ന് വേണ്ട നിമിഷങ്ങൾ പോലും സംഗീത സാന്ദ്രമാക്കുവാൻ പോകുന്ന ഒരു സൗഹൃദത്തിൻ്റെ പ്രതീകമാണ്. അപൂർവമായ സിദ്ധികളുള്ള ഒരാളാണ് ബേബിച്ചാൻ എന്ന് ഞങ്ങൾക്കറിയാം. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് വെറുമൊരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സാരി ടീച്ചറിൻ്റെ നാണം പൊതിഞ്ഞ ചിരിയിൽ സ്വപ്നങ്ങൾ കണ്ടെത്തുവാനും ഒടുവിൽ പ്രേമിച്ച് സാരി ടീച്ചറെ തൻ്റെ ദേവസ്ത്രീയാക്കി മാറ്റുവാനും ബേബിച്ചാന് കഴിഞ്ഞെന്നുള്ളത് ഒരു സംഭവമാണ് വന്നത്. തുടർന്നുള്ള ജീവിതത്തിലും മംഗളങ്ങൾ ഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവരുടെ ജീവിതമണിവീണയിലെ ദിവ്യ സംഗീതങ്ങൾ ഉയരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. അത് പകരുവാനും മലർ ചൊരിയുവാനും സർവേശ്വരന് വസന്തവർഷങ്ങൾ ഇനിയും കനിഞ്ഞു നൽകട്ടെ. വസന്തവർഷങ്ങൾ രചിക്കുവാൻ ബേബിച്ചായനും സാൽ ടീച്ചറിനും സർവേശ്വരനും കരുത്ത് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ ആശംസകളും അറിയിക്കുന്നു. Dear John Philippos sir, wish you a happy birthday and a healthy long life. ബഹുമാന്യനായ ശ്രീ ഫിലിപ്പോസ് സാറ് അദ്ദേഹത്തിൻ്റെ സപ്തതി ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനായിട്ട് ഏറെ കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹവും ഞാനുമായിട്ടുള്ള ബന്ധം ഒരർത്ഥത്തിലൊരു ജ്യേഷ്ഠ സഹോദര തുല്യമായ ബന്ധമായിരുന്നു. ആ ബന്ധം ഉടലെടുക്കുന്നത് സംഘടനാപരമായിട്ടാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഫിലിപ്പോസ് സാറ് അക്കാലത്ത് ഞാൻ എൻ്റെ ബാലാരിഷ്ട സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് ദേശീയ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയായിട്ട് ദീർഘനാൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പത്തനംതിട്ട ബാങ്ക് ജീവനക്കാരുടെ സഹകരണ സംഘത്തിൻ്റെ മേധാവിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഒട്ടനവധി തലങ്ങളിൽ ഒരുപടി സൗഹൃദം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ബന്ധം ഒരു കുടുംബ ബന്ധമായി വളരുകയും എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഗുരു സ്ഥായിയായി നിലനിർത്തുവാൻ ഫിലിപ്പോസ് സാറിനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വം ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയനും വലിയ പങ്കാളിത്തമാണ് നൽകിയിട്ടുള്ളത് എന്നിട്ട് സംശയമില്ല. തൻ്റെ LLB വിദ്യാഭ്യാസം നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത്. ആ ജോലി കിട്ടുന്ന സമയത്ത് അദ്ദേഹം ലോ കോളേജിൽ വൈകുന്നേരം ക്ലാസ്സിന് പോവുകയും തൻ്റെ ജോലി തുടരുകയും ചെയ്തുകൊണ്ട് ഇന്ന് റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ഇന്ന് പത്തനംതിട്ട ബാറിലെ ഒരു വക്കീലായി അഡ്വക്കേറ്റായിട്ട് തുടരുവാനും അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതും ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സപ്തതി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും അഭിവാദ്യങ്ങളും നേരുവാനും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഗുരു എന്ന നിലയിൽ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ എല്ലാ സേവനങ്ങളെയും മനസ്സിൽ കൊണ്ടു നടക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും ആയുരാരോഗ്യങ്ങൾ നേരുവാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നവതി ആഘോഷിക്കുന്ന ബേബി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ജോൺ ഫിലിപ്പോസിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു. ബേബിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ
ബേബി കൈവിടാത്ത ഒരു മേഖലയും കോഴഞ്ചേരിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു സംഘാടകനാണ്, നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, നല്ലൊരു ലോയറാണ്, നല്ലൊരു അഭിനേതാവാണ്, നല്ലൊരു എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കാൻ ഇത്ര വൈശിഷ്ട്യമുള്ള ബേബിയെ പോലെ ഒരാൾ കോഴഞ്ചേരിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന സ്വഭാവം. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിലാണെന്ന് ഒരിക്കലും യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ ഇഷ്ടപ്പെടുന്ന ഏവനും ഭാഗ്യവാൻ എന്ന് പറയുന്നത് പോലെ ബേബിയുടെ ആത്മീയ ജീവിതത്തിൽ സഭയിലും സമൂഹത്തിലുമുള്ളവർക്കൊക്കെയും ബേബി ഒരു പ്രചോദനമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ബേബിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു വരുന്നത് നല്ല സ്നേഹിതനായി നല്ല നായകനായി ഇല്ല ബേബിയെ പോലൊരുവൻ, ഏതു കാലത്തിലും ഏതു നേരത്തിലും ബേബി അല്ലാതെ ആരുമില്ല. അതാണ് എൻ്റെ മനസ്സിൽ കൂടി കടന്നു വരുന്നത്. കുടുംബജീവിതത്തിൽ ബേബി കാണിക്കുന്നത് അഭിനന്ദനീയമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ സംസ്കാരങ്ങൾ പഠിക്കുന്നതിന് ഓരോ വർഷവും ഓരോ ദേശങ്ങളൊക്കെയും സഞ്ചരിച്ച്, ഓരോ രാജ്യങ്ങൾ സഞ്ചരിച്ച് പുതിയ അറിവുകൾ പ്രാപിക്കാൻ ബേബി കാണിക്കുന്ന വ്യഗ്രതയും അഭിനന്ദനീയമാണ്. കുടുംബത്തിനും കൂട്ടായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കും ബേബി അനേക വർഷം ഒരു വഴികാട്ടിയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി 70th ബർത്ത്ഡേ അങ്കിൾ. അങ്കിൾ എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ തുണ്ടിയിലെ അനിയൻ്റെ മകൾ നിക്കിലയാണ്. എനിക്ക് അങ്കിളിനെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ, എൻ്റെ എൻഗേജ്മെൻ്റ് അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ചെയർ അടുപ്പിച്ച് വെച്ചപ്പോൾ അങ്കിൾ സ്റ്റേജിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, ഇതെന്താണ് നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇച്ചിരി കൂടെ അകന്നിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത്, ഓ മൈ ഗോഡ്, വാട്ട് എ വണ്ടർഫുൾ പേഴ്സൺ ഹൂ ഈസ് ട്രീറ്റിംഗ് മീ ജസ്റ്റ് ലൈക്ക് ഹിസ് ഓൺ ഡോട്ടർ. റൈറ്റ്? അങ്കിളുടെ ആ ഒരു ജെന്യുവിനിറ്റി, ആ ഒരു സ്നേഹം, ആ ഒരു ദൈവിക സ്നേഹം ആണ് ഞാൻ അന്നേരം കണ്ടത്. എൻ്റെ ഓർമ്മയിൽ എപ്പോഴും അത് രജിസ്റ്റർ ആയിരിക്കുന്നത് അങ്കിളിന് അങ്കിളുടെ മകളാണോ അതോ അങ്കിളുടെ സുഹൃത്തിൻ്റെ മകളാണോ എന്നുള്ളൊരു വ്യത്യാസമല്ല, എല്ലാവരെയും ഒരുപോലെ ഒരേ കണ്ണിൽ കാണുന്നതും അവരോട് ദൈവിക കാര്യങ്ങൾ പറയുന്നതും, to exalt the Lord's name. That drive that you have in your life is what came across me, and I thank and praise the Lord for an individual like you, and pray that you have many more wonderful years to celebrate, and it is a moment of joy for us, and I am so happy to know an individual like you in my life. I pray all the best for you in your life, and I pray that God will bless you in abundance. And thank you, Uncle, for all that you have been for my father, for my family, and also for me. Thank you and God bless. ജോൺ ഫിലിപ്പോസേ 70 വയസ്സായോ? ഇപ്പോഴും ആ ചെറുപ്പമുണ്ട് മനസ്സിനകത്ത്, ഓടി നടക്കുന്നുണ്ട്, കാണുന്നുണ്ടേ. ഹലോ, പിന്നെ എന്താ, ഞങ്ങളുടെ രണ്ടുപേരുടെയും പിറന്നാൾ ആശംസകൾ നേരുന്നു 70 വയസ്സായ ഈ ചെറുപ്പക്കാരന്. തമ്പുരാൻ ആയുസ്സും ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. 2013 നമ്മൾ സിംഗപ്പൂരിൽ പോയി ബർത്ത്ഡേ ആഘോഷിച്ച് ഓർക്കുന്നുണ്ടോ? എൻ്റെ 27-ാം തീയതിയും 25-ാം തീയതി അവിടുത്തെ മോൻ്റേത് 25-ാം തീയതി ആയിരുന്നു. അതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഗീതാകൃഷ്ണൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷിച്ചത് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ 1969 തൊട്ട് അന്ന് ഞാൻ ജോൺ ഫിലിപ്പോസിനെ പരിചയപ്പെടുന്നു. ആ സൗഹൃദം ഇപ്പോഴും ഞങ്ങൾ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ജോൺ ഫിലിപ്പോസിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്ന സാലിക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ഓക്കെ, നമുക്കൊരു പാട്ട് പാടല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ബേബി കുഞ്ഞ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. God bless you. God bless you. Bye. കുട്ടിക്കാലത്തെ എൻ്റെ ഓർമ്മയിലുള്ള വില്ലനായ കഷണ്ടി ബേബിയിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ബേബി അങ്കിളുമായിട്ട് ചിലവഴിച്ച ഓരോ നിമിഷവും ഞങ്ങളുടെ മെമ്മറിയിൽ എന്നേക്കും ലോക്ക്ഡൗൺ ആയിരിക്കും. May all ill maintain physical distancing from you, and the love and cheer you spread remain a pandemic. May the results of your hard work and passion have no incubation period, and the love you receive multiply like community spread. അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ
അങ്കിളിൻ്റെ ഷുഗറിൻ്റെ റീഡിംഗ് ഒരു ഫ്ലാറ്റനിങ് ഓഫ് ദ കേർവിലിരിക്കട്ടെ. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വിദേശയാത്ര നടത്തുന്ന പോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും അടുത്ത വിദേശയാത്ര എത്രയും പെട്ടെന്ന് തരപ്പെട്ടു വരട്ടെ. May your loving family remain in close contact with you and your friends stand by your side as essential services. ഈ കൊറോണ കാലത്തെ നോവൽ ബർത്ത്ഡേ പ്രിയപ്പെട്ട സാലി ആൻറ്റിയുടെ ഫിറ്റ് ടു കൺസ്യൂം ഫുഡും വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കുന്ന അങ്കിളുടെ മക്കളും സ്കൂളിൽ പോക്ക് ഒരു നോൺ എസെൻഷ്യൽ സർവീസാണ് അങ്കിളിനെ പണ്ടേ പറഞ്ഞ് മനസ്സിലാക്കി തന്ന അങ്കിളുടെ കൊച്ചുമക്കളും എല്ലാവരും ചേർന്ന് അടിച്ചു പൊളിക്കുക. യു വിൽ റിമെയിൻ ഇൻ ദ ഫ്രണ്ട് ലൈൻ ആസ് അവർ മോസ്റ്റ് ഫേവറേറ്റ് അങ്കിൾ. ഹാപ്പി 70th ബർത്ത്ഡേ. എൻ്റെ 4 വയസ്സ് വരെയുള്ള ഓർമ്മകൾ വളരെ കുറച്ചാണ്. പക്ഷെ അതിൽ ഒരു നല്ല ഓർമ്മ എന്നും ബേബി അങ്കിളായിരുന്നു. ബേബി അങ്കിള് എനിക്കെന്നും ഒരു ഫാദർ ഫിഗറായിരുന്നു. 70ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബേബി അങ്കിളിന് എൻ്റെ 1000 ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ബേബി അങ്കിൾ. Happy birthday, baby uncle. 40 വർഷം മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ ആ പ്രത്യേക സുഹൃത്ത് ബേബിക്ക് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ആരോഗ്യവാനായി നീണാൾ വാഴട്ടെ. സപ്തതി ആഘോഷിക്കുന്ന ബേബിച്ചായന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു ബേബിച്ചായൻ. താങ്ക് യു. ഹലോ. എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും പ്രിയപ്പെട്ട ബേബി അങ്കിളിന് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ബേബി അങ്കിൾ. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. സമ്മാനങ്ങളും ആശംസകളും മനോഹരമാക്കുന്ന ഈ മധുര ദിനത്തിൽ ഓർത്തുവെക്കാൻ ഒരുപാട് ഉപകാരങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ സ്നേഹത്തിൻ്റെ പൂച്ചെണ്ട് കൂടി. ഇന്ന് സപ്തതി ആഘോഷിക്കുന്നതായ ബേബിച്ചായന് എല്ലാവിധ ജന്മദിന ആശംസകളും ഞങ്ങൾ നേർന്നുകൊള്ളുന്നു. ആയുരാരോഗ്യത്തിനു വേണ്ടി ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Happy birthday, baby Chaya. Many, many happy returns of the day. Bye. Happy birthday, Chachan. Happy birthday, Chachan. Happy birthday, dear Chachan. Happy birthday, Chachan. 70ന്റെ നിറവിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാച്ചന് ദൈവത്തിൻ്റെ സകല കൃപകളും അനുഗ്രഹങ്ങളും തുടർന്നുള്ള വർഷങ്ങളിലും ദൈവം ചൊരിഞ്ഞു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധമായ ജന്മദിന ആശംസകൾ ഈ സമയത്ത് നേരുന്നു. 70ഉം 80ഉം 90ഉം 100ഉം ഇനി ഒരു 100 വർഷവും കൂടെ ചാച്ചൻ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും വക ഉമ്മ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു ചാച്ചൻ. ഹലോ ബേബി, ഹാപ്പി ബർത്ത്ഡേ. സുഖമൊക്കെ തന്നെ? ശാലി ദിവ്യക്ക് എന്ത് പറയണം? ധന്യ എന്ത് പറയണം? സുഖമായിരിക്കണം എല്ലാവർക്കും? നമ്മൾ പൊന്മുടിയൊക്കെ പോയത് ഓർമ്മയുണ്ടോ? പൊന്മുടി കോവളത്തൊക്കെ പോയത് ഓർമ്മയുണ്ടോ? പാറപ്പുറത്ത് ഇറച്ചിയിട്ട് വാരി തിന്നത്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. ഓൾ ബെസ്റ്റ് വിഷസ്. സപ്തതയുടെ നിറവിലേക്ക് കാലൂന്നിയിരിക്കുന്ന അപ്പച്ചൻ ദേവി അപ്പച്ചൻ കിളവന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. പക്ഷേ ഇതുകൊണ്ട് നിൽക്കുന്നില്ല, ഒരു പാർട്ടി ഡ്യൂയാണ്. അത് എവിടെ എപ്പോൾ എന്ന് അറിയിച്ചാൽ മതി, ഞങ്ങൾ എത്തിയിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ബേബി. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ബേബി അങ്കിൾ. ലോക്ക്ഡൗൺ ആയിപ്പോയി, അല്ലെങ്കിൽ അവിടെ വന്ന് ഒരു പാർട്ടി വാങ്ങിക്കേണ്ടതാണ്.
birthday, Apacha. ഹാപ്പി ബർത്ത്ഡേ ബേച്ച. ദൈവം ഇനിയും ആരോഗ്യവും ആയുസ്സും ഇനിയും കൂടുതൽ വർഷത്തേക്ക് തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി 70th ബർത്ത്ഡേ ബേച്ച. ആഘോഷമൊന്നുമില്ലാതെ ബർത്ത്ഡേ പോയല്ലോ. നമുക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അടിച്ചു പൊളിക്കണം. ഇവിടെ വരുമ്പോൾ നമുക്ക് കൂടണം. അപ്പം മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എല്ലാ ദിവസവും വെയിച്ചാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഹലോ, എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ബേച്ച. ദൈവം എല്ലാ ആയുസ്സും ആരോഗ്യവും അനുഗ്രഹങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ റിഗാർഡ്സും തരുന്നു. ഒരു പ്രാവശ്യം കൂടെ ബേച്ചാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി ബർത്ത്ഡേ ബേച്ച. സപ്തതി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേച്ചാന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ബേബി അപ്പച്ചന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സപ്തതി ആഘോഷിക്കുന്ന ബേബിച്ചാന് എൻ്റെ മനസ്സ് നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. Many happy returns of the day, Bechaya. Happy birthday. Apacha, happy birthday. ബേച്ച, ഞങ്ങളുടെ എല്ലാവരുടെയും ലൈൻസാൻ്റെയും എൻ്റെയും മക്കളുടെയും പേരിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday, dear baby child. Happy birthday to you. Happy birthday, dear baby child. Happy birthday to you. May God bless you. May God bless you. May God bless dear baby child. Happy birthday to you. May God bless dear baby child. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy 70th birthday, Becha. We love you. Bye bye. Happy birthday, baby Becha. Baby Becha. Happy 70th birthday. God bless you. Happy birthday, Apacha. Happy birthday, Becha. God bless you. Apacha. Happy birthday to you. May God bless you. May
Becha, 70 years old. 70 hip hip hooray! Yes, Hip yes. hip hooray! Hip 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 hip hooray! അപ്പം ബേച്ച 70th ബർത്ത്ഡേയിൽ ഞങ്ങളുടെ അവിടുന്ന് എല്ലാവർക്കും ഒരു വലിയ വലിയ ബെസ്റ്റ് വിഷസ്. ഈ ലോക്ക്ഡൗണിൽ ഞങ്ങൾക്ക് എന്തുവേലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ബേച്ചാൻ്റെ ബർത്ത്ഡേ 70th ബർത്ത്ഡേ നമ്മൾ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുമായിരുന്നു. കാരണം ഇതൊരു സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ലവ് യു വെരി മച്ച്. ടേക്ക് കെയർ. ബേച്ച ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Becha. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. ഹാപ്പി ബർത്ത്ഡേ ബേച്ച. ഹാപ്പി 70th ബർത്ത്ഡേ. അപ്പം നാട്ടിൽ ഞങ്ങൾ നോക്കുവാണ് ക്രിസ്മസിന് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരാം. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുമല്ലോ. പക്ഷെ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് കഴിഞ്ഞ് കൊറോണയുടെ ഇത് അറിയത്തില്ല എന്തായിരിക്കും സ്ഥിതി എന്ന്. എന്നാലും നോക്കാം. എന്നാലും എൻജോയ് ലോക്ക്ഡൗൺ ബർത്ത്ഡേ. ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ ബേച്ച. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ച. എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാ ആശംസകളും ബേച്ചാനും നേരുന്നു. സന്തോഷം. Hi baby Apcha, wishing you a very happy 70th birthday. Best wishes and God bless. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബേച്ചാന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. Happy birthday, baby Apacha. Hi baby Apcha, many happy returns of the day. ദൈവങ്ങളെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി 70th ബർത്ത്ഡേ. എനിക്ക് ദൈവങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ എൻ്റെ മെമ്മറീസ് എന്ന് പറയുന്നത് നിങ്ങൾ ബേക്കറി ജംഗ്ഷനിൽ വലിയ കുന്നിൻ്റെ മണ്ടയ്ക്ക് താമസിച്ചിരുന്ന ആ ഒരു കാലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പല നെയ്യാർ യാത്രകൾ, നമ്മുടെ വർഗീസ് അങ്കിളുടെ കല്യാണത്തിന് ഉള്ള ഒരു PG പോക്ക്, ഇതെല്ലാം സ്റ്റിൽ ഫ്രഷ് ഇൻ മൈ മെമ്മറീസ്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് 40 വർഷം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട്. ഏതായാലും ഇതുപോലെ അല്ല, ഈ ഒരു കൊറോണ സമയത്തുള്ള ബർത്ത്ഡേ അല്ലാത്തതായിട്ട് വളരെ നല്ല ബർത്ത്ഡേസ് ഇനിയും ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി 70th വൺസ് അഗൈൻ. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ഹാവ് എ ഗ്രേറ്റ് 70th ബർത്ത്ഡേ. This is not the end. Thank you.
Happy birthday, our dearest Sapicha.